നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ അറിയില്ല, വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര മടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ പൊമ്മൂനും ലീവൊക്കെ ആണല്ലോ, അപ്പോൾ അവളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, അപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവരെ കൊണ്ട് എടുപ്പിക്കാം. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ സ്റ്റെമ്പ് എടുത്ത് അവിടെ വെച്ച് ഇവിടെ വെച്ച് അങ്ങനെ ഇങ്ങനെ എനിക്ക് ഭ്രാന്താവും. അപ്പോൾ ഞാൻ വിചാരിച്ചു അവളെ കൊണ്ടാകുമ്പോൾ പിന്നെ അവൾ പിടിച്ച് ഞാൻ പറയണ പോലെ പോകുമ്പോൾ അതെടുക്കടി ഇതെടുക്കടി എന്നൊക്കെ പറയുമ്പോൾ അവൾ നേരെ എടുത്ത് തരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ്റിന് അരിയൊക്കെ ഇട്ടിട്ട് മുരിങ്ങ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് മുരിങ്ങ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കറി വയ്ക്കാമെന്നൊരു ഐഡിയ കിട്ടണില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ദോശ ഉണ്ടാക്കുമ്പോൾ സാമ്പാറിന് ദോശയ്ക്ക് സാമ്പാർ, അപ്പോൾ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ചോറിനും ആയി ദോശയ്ക്കും ആയി. ആ ഒരു പ്ലാനിങ്ങിലൊക്കെ ഇങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നോക്കുമ്പോൾ പച്ചക്കറി ഒന്നും ഇപ്പോൾ കാര്യമായിട്ടില്ല. പിന്നെ ഉള്ള പച്ചക്കറികളൊന്നും പൊമ്മൂന് ഇഷ്ടമില്ല കേട്ടോ. കുമ്പളങ്ങ അതൊന്നും പൊമ്മൂന് ഇഷ്ടമല്ല. ഒന്നെങ്കിൽ അവൾക്ക് ചിക്കൻ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വറുത്തത്, അങ്ങനെ എന്തെങ്കിലും വറുത്തത്, അതായത് എന്താ പറയുക, നമ്മൾ വെണ്ടയ്ക്ക വറുത്തത് അങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെയാണ് പൊമ്മൂന് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ ഉണ്ണിക്കുട്ടന് കൂടുതൽ ഇഷ്ടം മീനിനോടൊക്കെയാണ് കേട്ടോ. അപ്പോൾ മീനാണെങ്കിൽ പൊമ്മു കഴിക്കൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മുരിങ്ങ ആക്കാം. മുരിങ്ങയാകുമ്പോൾ പിന്നെ ഒരുവിധം എല്ലാവരും ചാരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ മുരിങ്ങ ആക്കാം എന്ന് കറിയെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ അടുത്ത വീട്ടിൽ പോയിട്ട് കുറച്ച് മുരിങ്ങയൊക്കെ വലിച്ചുകൊണ്ടെന്ന് അങ്ങനെ ഊരുകയാണ് കേട്ടോ. പിന്നെ 4 മണിക്ക് ഞാൻ എണീറ്റതാണ്. 4 മണിക്ക് എണീറ്റ് ഏട്ടനുള്ള കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടു ട്ടോ. ഏട്ടന് ഒരു 5 മണിയാകുമ്പോൾ ഏട്ടന് ജോലിക്ക് പോകണം. അപ്പോൾ 4 മണിക്ക് എണീറ്റ് ഏട്ടനുള്ള ചായയും കടിയും, ഏട്ടന് മാത്രമല്ല ഞങ്ങൾക്കുള്ള ചായയും കടിയും കൂടി ഞാൻ അപ്പം തന്നെ ഉണ്ടാക്കും ട്ടോ. ഏട്ടന് ഉണ്ടാക്കണമെങ്കിൽ കൂടെ തന്നെ ഞാൻ ഞങ്ങൾക്കുള്ളതും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കും. പിന്നെ ഒരു 7 മണിക്ക് എണീക്കും. 7 മണിക്ക് എണീച്ചില്ലെങ്കിൽ പിന്നെ വെള്ളം നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാൻ 7 മണിക്ക് എണീക്കുന്നത്. 7 മണിക്ക് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, നിവൃത്തിയില്ല, അതുകൊണ്ട് എണീക്കുന്നത് കേട്ടോ. 4 മണിക്ക് എണീറ്റിട്ട് ഏട്ടനുള്ള ചായ കടിയൊക്കെ ഉണ്ടാക്കി ഒരു 5 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഉറക്കം വരുന്ന സമയമായിരിക്കും കേട്ടോ. 7 മണി എന്നൊക്കെ പറയുമ്പോൾ എണീക്കാനേ തോന്നില്ല. ഒരു 6 മണിയാകുമ്പോഴായിരിക്കും പിന്നെ നമ്മൾ കിടന്ന ഉടനെ ഇങ്ങോട്ട് ഉറങ്ങി പോകില്ലല്ലോ. 5 മണിക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു 6 6:30 ആകുമ്പോഴായിരിക്കും ശരിക്കും ഒന്നിങ്ങനെ ഉറക്കം വരുന്നുണ്ടാവുക. ആ സമയമാകുമ്പോഴേക്കും എണീക്കും വേണം. അപ്പോൾ പൈപ്പിലെ വെള്ളം 7 മണിക്ക് വരുന്നത് കൊണ്ട് ആകെ വരുന്നത് അരമണിക്കൂർ വെള്ളമാണ്. അപ്പോൾ അതിന് എണീറ്റില്ലെങ്കിൽ നമ്മുടെ വെള്ളം നമുക്ക് കിട്ടൂല. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ അതാ ഉണ്ണിക്കുട്ടനും പൊമ്മൂനും നല്ല ജലദോഷമുണ്ട് രണ്ടാൾക്കും. അപ്പോൾ ഞാൻ അവരെ കൊണ്ട് ഒന്ന് ആവി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ആവി പിടിപ്പിക്കാമെന്ന് പേരും മാത്രമേ ഉള്ളൂ. പുട്ടും കുറ്റിയിൽ വെള്ളമൊക്കെ തിളപ്പിച്ച് കൊടുത്തതാണ്. കുറേ നേരം അവർ ടി വിൻ്റെ മുന്നിൽ നോക്കിയിരുന്ന് എന്നെ കണ്ടപ്പോൾ വേഗം ആവി പിടിക്കട്ടെ. ഉള്ള ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെ അതിൽ ചൂട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും കൂടി ഒന്നിലാക്കിയിട്ടാണ് കൊടുത്തത്. തലയിൽ കൂടെ പുതപ്പൊക്കെ പുതച്ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ രണ്ടുപേരും അത് കേട്ടിട്ടില്ല. മുൻവശത്ത് കൊണ്ടു കൊടുത്തപ്പോൾ രണ്ടാളും ഇങ്ങനെ നോക്കി, ഇങ്ങനെ ടി വിയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇടയിൽ പറയേണ്ട ആവി പിടിക്കി എന്ന് പറയുമ്പോൾ മാത്രം ഒന്നിങ്ങനെ നോക്കും. അങ്ങനെ തട്ടി മറിക്കുമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. ചുടുവെള്ളമാണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ തട്ടി മറിക്കേണ്ട, രണ്ടും കൂടി കുറച്ച് നീങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ രണ്ടുപേരും ടി വി കണ്ടിരുന്ന് അതിലെ പുക മൊത്തം ചൂട് മൊത്തം കളഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം ആവി പിടിക്കുകയാണ് അവർ. ഇപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ രണ്ടുപേർക്കും ജലദോഷം കാര്യങ്ങളാണ്. പൊമ്മൂനാണെങ്കിൽ കുറച്ച് തലവേദനയുണ്ട്. അപ്പോൾ രാത്രിയൊക്കെ വിക്സൊക്കെ ഇട്ടിട്ടാണ് അവൾ കിടക്കുന്നത്. അങ്ങനെ മുരിങ്ങയൊന്നും ഊരി കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അത് ആ ചോറ് വെന്തു കേട്ടോ. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയാണ്. നമ്മുടെ വെള്ള അരിയില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടണം, അതാണ് കേട്ടോ ഞാനിവിടെ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ആ അരി പെട്ടെന്ന് വെന്തിട്ടുണ്ട്. ഇനി കുടിക്കാനുള്ള കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്താ ഇപ്പോൾ ഈ അടുപ്പിന് എന്ന് അറിയാം, കത്തണേ ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഒരു സ്വഭാവമാണ് ഈ അടുപ്പിന്. കത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. കത്തിക്കിട്ടിയാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് കത്തും ചെയ്യും. കെട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് കത്തിക്കിട്ടാൻ നല്ല ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനത് ആ മുരിങ്ങ പകുതിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത മുരിങ്ങ ഊരാൻ കേട്ടോ. അപ്പം രാവിലെ എണീറ്റിട്ട് ഈ മുരിങ്ങ ഊരായിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പണികളൊന്നും കഴിയൂല. കുറേ നേരം അതിൽ തന്നെ പോകും കേട്ടോ. എപ്പോഴും ഞാൻ മുരിങ്ങ കിട്ടി കഴിഞ്ഞാൽ തലേ ദിവസം അങ്ങോട്ട് ആക്കി വെക്കും. എന്നിട്ട് പിന്നെ രാവിലെ എണീച്ചിട്ടാണ് കേട്ടോ കറി വയ്ക്കുക. ഇങ്ങനെ രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഊരാൻ വേണ്ടി നിൽക്കില്ല. അത് ഊരിക്കഴിഞ്ഞാൽ സമയം ഇങ്ങനെ പോകുന്നല്ലാണ്ട് പെട്ടെന്ന് ആവില്ല. അപ്പോൾ എനിക്ക് ഈ രാവിലെ എണീച്ചിട്ട് മുരിങ്ങ ഇങ്ങനെ ഊരി കറി വയ്ക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ ഇന്നിപ്പോൾ കറി വയ്ക്കാൻ കാര്യമായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ മുരിങ്ങ കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എന്താ തേങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും കറി വെക്കട്ടെ. അപ്പോൾ അങ്ങനെ അതാ മുരിങ്ങയൊക്കെ ഊരി കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയിപ്പോൾ തേങ്ങ പൊളിച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ മടാളും കൊണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നത് തേങ്ങ. എൻ്റെ ദൈവമേ, എത്ര നേരം ഇരിക്കണം അറിയാം ഒരു മടാളം കൊണ്ട് ഞാൻ ഈ തേങ്ങ പൊതിക്കാനിരുന്നത്. ഇതിപ്പോൾ ഈ പാര ഇപ്പോൾ ഈ ഇടയ്ക്ക് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ പാര മേടിച്ചപ്പോൾ നല്ല സുഖമായിട്ട് പൊതിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മടാളം കൊണ്ട് കൊത്തിയിട്ട് ഈ ചകിരിയൊക്കെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടായിട്ട് ഞാൻ എടുക്കുക. അത്രയ്ക്ക് നേരം ഞാൻ അതിലിങ്ങനെ ആ തേങ്ങേൻ്റെ മൂട്ടിലിരിക്കണം. പിന്നെ അതാ തേങ്ങ പൊട്ടിച്ച ഉടനെ തന്നെ ഉണ്ണിക്കുട്ടൻ ഗ്ലാസും കൊണ്ട് വന്നിട്ട് അപ്പോൾ ഞാൻ തേങ്ങ വെള്ളം കേടുണ്ടോ നോക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ കുടിച്ചു നോക്കി. നല്ല മധുരം. അപ്പോൾ അവന് കൊടുത്തു. ആകെ ഇത്തിരി വെള്ളമുള്ളൂ. ഈ തേങ്ങയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ടേ വെള്ളം നല്ലോണം വറ്റിയിരിക്കണം. പക്ഷെ നല്ല മധുരമുണ്ട്. അപ്പോൾ പിന്നെ പൊമ്മൂനും വേണം പറഞ്ഞ് ലേശം അവൾക്കും കൊടുത്ത് ബാക്കി പിന്നെ അവനും കൊടുത്തു. പിന്നെ തേങ്ങ ചിരകാൻ നിൽക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ ഇനിയിപ്പോൾ ഓടി വരും കേട്ടോ. ഉണ്ണിക്കുട്ടൻ തേങ്ങ ചിരകണ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവന് ഒരു വായി തേങ്ങ വാരിയിട്ട് പോകും കേട്ടോ വായിൽ. അവനത് ഇതാണ്ട ഞാൻ പറഞ്ഞില്ല, അവൻ ഓടി വരും. അവന് തേങ്ങൻ്റെ സൗണ്ട് കേട്ടാൽ മതി, തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് അല്ലെങ്കിൽ തേങ്ങ ചിരകണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു വായി വന്നിട്ട് അവൻ വാരി കൊടുക്കും. ഞാൻ പറഞ്ഞു ഇനി വരണ്ടായിട്ട് ആകെ തേങ്ങയില്ലാത്തവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അവൻ വരില്ലാതെ അങ്ങനെ കറിയായപ്പോൾ ഞാൻ കടുക് ഇട്ട് താളിക്കുകയല്ല, കടുകൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കട്ടെ കേട്ടോ കറി. അപ്പോൾ എന്തായാലും കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ഉപ്പേരി വെക്കാനൊന്നും
കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ഉപ്പേരി വയ്ക്കുകയെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഉപ്പേരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ എങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ പിന്നെ ഏട്ടനും കുട്ടികൾക്കും മാത്രമാണ് അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്നത്. നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ നോക്കാറേ ഇല്ല കേട്ടോ. ആദ്യമൊക്കെ നല്ല ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വേണ്ട ഇത് വേണ്ട അത് കഴിക്കില്ല ഇത് കഴിക്കില്ല. അതിപ്പോൾ കല്യാണത്തിന് മുന്നേ. കല്യാണം കഴിഞ്ഞതോടെ പിന്നെ നമുക്ക് ഇഷ്ടമില്ല ഇഷ്ടക്കേടുകളും ഇല്ല. ഇപ്പോൾ എന്ത് വെക്കുകയാണെങ്കിലും ഏട്ടൻ്റെയും കുട്ടികളുടെയും മാത്രം ഇഷ്ടങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നോക്കുന്നത്. മുരിങ്ങക്കറി വെച്ച് കഴിഞ്ഞപ്പോൾ അതാ മീൻകാരൻ വന്നിട്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടിന് മീൻ വേണമെന്ന് പറഞ്ഞിട്ട് അവന് മീൻ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് മീൻ മേടിച്ച് തരുമോന്ന്. അപ്പോൾ എന്നാൽ ശരി, ആകെ ഒരു 50 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് കൊടുത്ത് ഞാൻ മീനും മേടിച്ചിട്ട്. അപ്പോൾ മീൻകാരൻ വരും, ഏട്ടനെ കൊണ്ട് പൈസയൊന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ മീൻ മേടിക്കണം എന്നുള്ള ആ ഒരു ഇതിലൊന്നും അല്ലാട്ടോ ഇരുന്നത്. അതുകൊണ്ട് ഞാൻ ഏട്ടൻ പോകുമ്പോൾ പൈസയൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ ഒരു 50 രൂപ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊരു 1/2 കിലോ മീൻ മേടിച്ചു. പിന്നെ മീൻ ഇവിടെ അധികം വലിയ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കുട്ടിന് മാത്രമാണ് കേട്ടോ ഇഷ്ടമുള്ളത്. ബാക്കിയുള്ളവർക്കൊന്നും മീൻ വേണമെന്നുള്ള ഒരു നിർബന്ധമില്ല. പൊമ്മൂന് പിന്നെ മീനേ വേണ്ട. ഏട്ടനും തന്നെ ഒരു മീനൊക്കെ കഴിച്ചു അത്ര തന്നെ ഉള്ളൂ. പിന്നെ കഴിക്കുന്ന ആൾ ഞാനും. അപ്പോൾ അവന് മീനൊക്കെ നുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ അതാ ഉണ്ണിക്കുട്ടൻ വന്നിട്ട് മീനിൻ്റെ വായ കാണിച്ചതാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൻ എപ്പോഴും ഈ മീൻ മുറുക്കുമ്പോൾ അവന് വായ കാണണം, കണ്ണ് കാണണം, മൂക്ക് കാണണം പറഞ്ഞിട്ട് വന്നിരിക്കും. വിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇരിക്കൂല. ഇങ്ങനെ മീനിൻ്റെ അടുത്ത് തന്നെ ഞാനത് മുറിച്ച് കഴിയുന്നവരെ അവൻ എൻ്റെ അടുത്ത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ സ്കൂളില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വന്നിരുത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ അവൻ മീൻ മുറിക്കുന്നതൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഞാൻ ആ മീനിനെ കണ്ണും മൂക്കും വായൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ മീനിന് ഇത്ര വായുള്ളൂ, കുറച്ചും കൂടി കാണിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മീനൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്തായാലും അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയല്ലേ സ്കൂളില്ലാത്തത് കൊണ്ട് പൊമ്മൂനെ കൊണ്ട് ഉള്ളൊക്കെ അടിച്ച് തുടപ്പിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളൊക്കെ അവൾക്കുള്ള പണിയാണ് മുറ്റം അടിക്കലും അതുപോലെ തന്നെ അടിച്ച് വരി തുടയ്ക്കുന്ന പണി ഞാൻ അവളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ പണി കഴിയാത്തതുകൊണ്ട് അടുക്കള അമ്മ തുടയ്ക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മീനട മുളക് തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിയും തിരുമ്പലും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഉച്ചയ്ക്കല്ലേ വേണ്ടിയുള്ളൂ. ഇനിയിപ്പോൾ പാത്രം കൂടി കഴുകി കഴിഞ്ഞ് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. തിരുമ്പലും കുളിയും കൂടി കഴിഞ്ഞ് ഇനിയിപ്പോൾ കുടിച്ച് നേരെ കയറുക. അത് കഴിഞ്ഞ് മീൻ വറുക്കുക, ചോറിന് കേട്ടോ. അപ്പോൾ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സമയമായിട്ടുണ്ട്. ആ മുരിങ്ങയിൽ ഇരുന്നപ്പോഴാണ് സമയം ഒരുപാടായത്. പിന്നെ ഒരു മീൻ മേടിച്ച് മീൻ മുറിക്കലും അങ്ങനെ സമയം ഒരുപാടായി. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനിതാ മീനൊക്കെ വറുത്ത് ചോറുണ്ട്. അപ്പോൾ മുരിങ്ങക്കറിയും മീനും അടിപൊളി കോമ്പിനേഷൻ. വരുന്നില്ല, ഇവിടെ വന്നിരിക്കേ. എനിക്ക് വെള്ളം വേണോ? വേണോ? ഇങ്ങോട്ട് വാ. പോക്കോ. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ തുണി. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ കുറേ ദിവസമായി ആ ചേച്ചി തന്നിട്ട്. അപ്പോൾ ആ ചേച്ചി തരുമ്പോൾ തന്നെ പറഞ്ഞു ധൃതിയൊന്നുമില്ല, നിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പതുക്കാൻ മതിയെന്ന്. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഞാനിങ്ങനെ ഒന്ന് ഇഴഞ്ഞേട്ടാ ചെയ്യുള്ളൂ. അന്ന് അടിക്കാൻ നാളെ അടിക്കാൻ വേണ്ട അങ്ങനെ നീണ്ടുപോകും. അപ്പോൾ ഇന്ന് എന്തായാലും ഇതൊക്കെ ഒന്ന് തയ്ച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാനൊന്ന് തയ്ച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചവരയ്ക്കുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.